Hi, welcome to our YouTube channel The Hunger Traveler. ഇന്നത്തെ റെസിപ്പി ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കുക്കറിലേക്ക് ഒരു കപ്പ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കണം. മത്തങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് 5 കോവയ്ക്ക നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കോവയ്ക്കയ്ക്ക് പകരം പടവലങ്ങയോ ക്യാരറ്റോ ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിക്ക് അളവിനനുസരിച്ചിട്ടാണ് തക്കാളി ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളക് നടുവേ കീറിയതാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മത്തങ്ങയും കോവയ്ക്കയും തക്കാളിയൊക്കെ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരുന്നതായിരിക്കും. എന്നാലും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ്. ഇപ്പോൾ ഉള്ളിൽ നടിക്കുന്ന കുക്കറാണെങ്കിൽ 1 വിസിൽ മതി. മത്തങ്ങ അങ്ങനെ ഉടഞ്ഞു പോകണ്ട. നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ലെങ്കിൽ കൂടെ വല്ലാണ്ട് മത്തങ്ങ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളുടെ ചോറുണ്ടല്ലോ, മട്ടരി, നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് അരി ആയാലും കുഴപ്പമില്ല, അത് 1 ടീസ്പൂൺ എടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻമല്ലി ഉണ്ടെങ്കിൽ മുഴുവൻമല്ലി ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മുഴുവൻമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അരി വറുത്തിട്ട് തീ ഓഫാക്കിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇടുന്നത്. മുഴുവൻമല്ലി ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ അരി ഒന്ന് പഫായിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം മല്ലിപ്പൊടി ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 വറ്റൽമുളക്, 2 നുള്ള് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഈ തേങ്ങ, വറ്റൽമുളക്, നല്ല ജീരകമൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും മല്ലിയും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. തക്കാളിയും മത്തങ്ങയും കോവയ്ക്കും കഷ്ണങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിൻ്റെ മിക്സിയിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓണാക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിച്ചിടാം. വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 5 ചെറിയ ഉള്ളി അതിനകത്ത് ഇട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം കറിവേപ്പില ഇടാനായിട്ട്, അല്ലെങ്കിൽ വല്ലാണ്ട് പൊട്ടിപ്പോകും. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്ന. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ. അതേപോലെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.